الحمد لله رب العالمين. الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. يا حي يا قيوم أحيي قلبي بنور معرفتك يا الله. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يثبت الله الذين آمنوا بالقول الثابت في الحياة الدنيا وفي الآخرة ويضل الله الظالمين ويفعل ما يشاء. صدق الله المولانا العظيم. أنا من نور الله وكل شيء من نوري، أو كما قال شفيعنا رسول الله صلى الله عليه وسلم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا ربي أعطي لنا علما وفهما كما أعطيت يا ربنا للشيخ والزهري وعلى أمة محمد صلى الله عليه وسلم. ഏറ്റവും ബഹുമാന ആദരവുകളായ മഹത്തരമായ ജാമിയ ഹസനിയയുടെ പ്രസിദ്ധപ്പെടും എൻ്റെ ഉസ്താദന്മാരുടെയൊക്കെ ഉസ്താദുമായ നിങ്ങളുടെയൊക്കെ പന്നിരായ ഗുരുനാഥ ബഹുമാനപ്പെട്ട കൊച്ചുസ്താദ് അവർ, എൻ്റെ പ്രിയങ്കരനായ കൂട്ടുകാരൻ വെല്ലൂർ ബാഖിയാത്തുൽ സ്വാലിഹാത്തിലെ എൻ്റെ സതീർത്ഥ്യനും ഗുരുനാഥതുല്യനുമായി ഞാൻ സ്നേഹിക്കുന്ന ബഹുമാനപ്പെട്ട സഅദ് ബദരി ഉസ്താദ് അവർ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് വലയത്തിലെ കവി സംഗമത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കവി പ്രൗഢ പ്രഭാഷകൻ ബഹുമാനപ്പെട്ട താഹിർ ബാക്കവി ചേലക്കുന്ന ഉസ്താദ് അവർ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന അള്ളാഹുവിൻ്റെ മലക്കിൻ്റെ ചിറകിൻ്റെ താഴെ അള്ളാഹു സ്ഥാനം നൽകിയ ഉന്നതരിൽ ഉന്നതരായ മഹത്തുക്കളായ എൻ്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിം സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹു നമ്മോട് ഒരുമിച്ച് കൂടെ കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ പാപങ്ങളെല്ലാം അള്ളാഹു മാപ്പാക്കി തരട്ടെ. നമ്മൾ പഠിക്കുന്നതനുസരിച്ച് അമൽ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. സ്ഥാപനത്തിനെ സഹായിക്കുന്ന അഭ്യുദയകാംക്ഷികളായ നല്ലവരായ ആളുകൾ, എല്ലാത്തിനും ഇതിന് പിന്തുണ നൽകുന്ന ഏറ്റവും നല്ലവർക്കെല്ലാം അള്ളാഹു എല്ലാ ഖൈറും നൽകട്ടെ. നാളിതുവരെയും ഈ സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്ന എല്ലാവർക്കും എല്ലാ ഖൈറുകളും നൽകട്ടെ. ഈ അടുത്ത് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ ഈ സ്ഥാപനത്തിന്റെ മഹാമുദരിസായിരുന്ന സയ്യിദ് മുഹമ്മദ് ഉസ്താദ് അവറുകൾ, അവരുടെ ദറജകളെ അല്ലാഹു ഉയർത്തട്ടെ. وبالله
വിശദീകരണം പറഞ്ഞ് അവസാനിപ്പിക്കാം, ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പൊ നിങ്ങൾ ആ ആയത്തിലൂടെ ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് ഒരു മുത്തഅല്ലിമായാൽ എന്റെ നിങ്ങൾ ഡ്യൂട്ടി എന്താണ്? ഇന്ന് ഞാൻ മുത്തഅല്ലിമാണ്. ഞാൻ ഓരോ ജുമുഅയാകുമ്പോൾ അറിയാവുന്ന ഉസ്താദന്മാരെ കുറിച്ച് എന്താ പറയുന്നത്, എന്താ ചോദിച്ച് പഠിച്ചുകൊണ്ടിരിക്കണം. വിശുദ്ധമായ ഖുർആനിലെ ആയത്ത് നിങ്ങൾ നോക്കിയേ, ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസറൂഹു വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹു ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഒരു മുത്തഅല്ലിം പഠിക്കേണ്ട കാര്യമുണ്ട്. പരിശുദ്ധ റബീഉൽ അവ്വൽ ഈ ആയത്ത് പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. അല്ലാഹു അവന്റെ ഖുർആനിൽ പറയുന്നത് എന്തെന്നറിയോ? ഫല്ലദീന ആമനൂ, നബിയെ വിശ്വാസികൾ ആരാണെന്നറിയുമോ? വല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസറൂഹു വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹു. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു വിശ്വാസികൾ ആരെന്നറിയോ? അസ്സറൂഹു. അതിന്റെ തഫ്സീർ ഇമാം റാസിദ് തങ്ങൾ പറയുന്നുണ്ട്, അസ്സറൂഹു എന്ന് പറഞ്ഞാൽ അസ്നു അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തുന്നവരാണ്. ഇവിടെ ഖുർആൻ നടത്തിയില്ലേ? നബി തങ്ങളെ സഹായിക്കുന്നവരാണ്. ആ നബി തങ്ങളിലേക്ക് ഇറക്കപ്പെട്ട നൂറാനിയത്തായ ഖുർആനിനെ, ആ ഹബീബിനെ പിന്തുടരുന്നവരാണ്. ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ പറയാം, റസൂലുള്ളാഹിനെ പുകഴ്ത്തുന്നവർ, റസൂലുള്ളാഹിനെ പറയുന്നവർ. അപ്പൊ ഈ സദസ്സ് എന്തിനു വേണ്ടി ഒരുമിച്ച് കൂട്ടി? നിങ്ങൾ സ്വലാത്തുൽ ഹസനിയ കോളേജിലാണ് ഈ കഴിഞ്ഞ ഏതോ ഒരു പരിപാടിയിൽ കോളേജ് ഫസ്റ്റ് കിട്ടിയതല്ലേ? അല്ലേ? കേമന്മാരാണ് ഇരിക്കുന്നവരെ പോലെ. അള്ളാഹു എല്ലാ നിലയിലും ഒന്നാം സ്ഥാനത്ത് അള്ളാഹു എത്തിച്ചു തരുമാറാവട്ടെ. നല്ല പ്രഭാഷകരെ കൂട്ടത്തിൽ അള്ളാഹു എടുക്കട്ടെ. നല്ല മുദരിസികൾ അള്ളാഹു എടുക്കട്ടെ. ഒരാളെ സമ്മാനം മേടിക്കാൻ നോക്കിയപ്പോൾ ഒരാളെ തന്നെ ഇങ്ങനെ വന്നുകൊണ്ടുണ്ട് പരിചയപ്പെടാൻ. അള്ളാഹു ഈമാൻ തരുമാറാവട്ടെ. അതുകൊണ്ട് ശ്രദ്ധിച്ചേ, ഈ ആയത്തിലൂടെ ഒരു കാര്യം മനസ്സിലാക്കാൻ നമ്മൾ പറയുന്നത്, നമ്മുടെ റസൂലുള്ളാഹിന്റെ മദ്ഹ് ചൊല്ലി. എന്തിനായി മദ്ഹ് ചൊല്ലുന്നത്? എന്തിനാണ് റസൂലുള്ളാഹിന്റെ മദ്ഹ് ചൊല്ലുന്നതിന്റെ ലക്ഷ്യം എന്താണ്? പല കോണുകളിൽ പല പണ്ഡിതന്മാരും പല പ്രഭാഷകന്മാരും പല ആശയങ്ങളും പറയും. ഇതിന്റെ ബിദ്അത്ത് മഖ്സൂദ്, മദ്ഹ് ചൊല്ലുന്നതിന്റെ ബിദ്അത്ത് മഖ്സൂദ്, അതിന്റെ മർമ്മപ്രധാന ലക്ഷ്യം മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്നു. മൻ റബ്ബുക മൻ നബിയുക, മൻ റബ്ബുക എന്ന് നിന്നോട് ചോദിക്കുമ്പോൾ, വമൻ നബിയുക നിന്റെ നബി ആരാന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാനാണ് നമ്മൾ മദ്ഹ് കൂടുതൽ ചൊല്ലുന്നത്. ശ്രദ്ധിക്കണേ, ഇവിടെ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസിദ് തങ്ങൾ പറയുന്ന തഫ്സീർ എങ്ങനെയാണ്? ഈ ഭാഗം ശ്രദ്ധിച്ചേ. കുല്ലമാ കാനത് അൽ മുവാളബത്തു അലൽ ഫിഅലി അക്സറ കാന റസൂഹു തിൽകൽ ഹാലത്തി. ഒരു കാര്യം കേട്ടോ, ഒരു കാര്യം നമ്മൾ കൂടുതൽ പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ പതിയുകയും ആ കാര്യം നാവിൻ തുമ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. മനസ്സിലായി? മീസാനിൽ ഫഅല ഫഅല ഫഅലു ഫഅലത ഫഅലത ഫഅൽന ഫഅലത ഫഅലത മാ ഫഅലത എന്ന് ചെല്ലിനെ പഠിക്കുന്നത് എന്താണെന്നറിയോ? എന്തിനാ? ഇല്ലെങ്കിൽ ചന്തി മുട്ടും കിട്ടുന്നത് രാവിലെ. അത് പേടിച്ചാണ് നമ്മൾ സർഫ് പഠിക്കുന്നത്. അവസാനം പഠിച്ച് തഖ്വീൽ ലിസാൻ എത്തിയാൽ ഏത് മറക്കൂല, ഏത് സർഫ് മറന്നാലും ഫഅല ഫഅല മറക്കൂല. അത് ആദ്യം കുറെ ചെല്ലി പഠിച്ചിട്ടുണ്ട്. ഈ ദർശനത്തിൽ പോകുന്ന ആൾക്കാരൊക്കെ ഫഅല ഫഅല സർഫ് കാണാൻ എന്തെന്നറിയോ? ചെല്ലി പഠിച്ചുകൊണ്ടാണ്. എന്താണ് ഈ മദ്ഹ് ചൊല്ലുന്നതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, മൻ റബ്ബുക എന്ന് പറയുമ്പോൾ അതിന് മറുപടി പറയാനും, മൻ നബിയുക എന്ന് പറയുമ്പോൾ എന്റെ നബി ആരാണെന്ന് മരിച്ചു ചെന്നതിന് ശേഷം ഖബറിൽ വെച്ച് പറയാനുമാണെന്ന് മഹാനെ തഫ്സീർ ഇമാം റാസിദ് തങ്ങൾ. ഇന്ന് ഒരുപാട് പാഠങ്ങളായി നിങ്ങൾ പഠിക്കാനുണ്ട്. ഒന്ന്, നിങ്ങൾ പഠിക്കുന്ന ഇൽമ് നിങ്ങൾക്ക് ഫലവത്താകണമെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കിതാബ് ഉസ്താദ് പാഠമെടുത്ത് തന്നതിന്
മനസ്സിലാവണം. ഞാനൊക്കെ കുറേ വട്ടം വായിക്കും. എനിക്കൊന്നും ചിലപ്പോൾ തിരിഞ്ഞില്ല. ചിലപ്പോൾ കൂട്ടാൻ കളിയൊന്നും വായിച്ചു കളിയാം കിട്ടുന്നില്ല. കാരണം കിട്ടുന്ന അടിയുടെ പട്ടാത്ത വായിച്ചു കളിയാൻ നല്ല പഠിക്കുന്ന ഒന്നും പോടാൻ കഴിയുന്നത് പറ്റുന്നില്ല എന്ന് പറയാം. മനസ്സിലായില്ലേ? ഇടങ്ങേറായിട്ട് ഇഷ്ടം പോലെ ഈ 10 ദിവസം ഒരു വാർത്ത പറഞ്ഞില്ല ഓടിക്കുന്നു അടുത്ത്. ഇത്ര വിദ്യാലയന്മാര് ഈ കാലഘട്ട കൂട്ടന്മാരെല്ലാം അങ്ങനെയാണ്. ഇവരെ കണ്ട് നമ്മൾ പഠിച്ചാൽ നമ്മൾ പരാജയപ്പെട്ടു. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കൂടുതൽ നമ്മുടെ തലയിൽ അടിക്കാൻ വേണ്ടി കൂടുതൽ പ്രാവശ്യം കിതാബ്, ഏത് കിതാബാണെങ്കിലും കിതാബ് തിരിയാതെ, കിതാബ് മനസ്സിലാവാതെ, ഇബാറത്തില്ലാത്ത വാക്യങ്ങളെ കിതാബുകൾ വായിക്കാൻ കഴിവില്ലാതെ സമൂഹത്തിന്റെ മുമ്പിൽ എന്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ ഞാൻ നിങ്ങൾ ഇറങ്ങിയാൽ നമ്മൾ അബദ്ധത്തിൽ ചെന്ന് ചാടും. ഒരു 5ാം ക്ലാസ് ആകുമ്പോ, ഒരു തഫ്സീർ ആകുമ്പോ, ഒരു ഫത്ലുവിന്റെ സമയത്താകുമ്പോ നമ്മൾ എന്ത് വായിക്കണം? ഇബാറത്തില്ലാതെ നമ്മുടെ ലെസണുകൾ വായിക്കാൻ കഴിയണം. അന്നയ്ക്ക് ഇന്നെന്നും അന്നയ്ക്ക് അന്യ എന്നൊക്കെ വായിക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിൽ. ഞാനത് തിരിഞ്ഞിട്ടില്ലേട്ടാ, എനിക്കിപ്പോഴും തിരിയൂല. ഞാനിപ്പോഴും ചോദിച്ചാൽ പഠിക്കണം. ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങളോട് പഠിച്ചിറങ്ങുമ്പോൾ ഏത് കിതാബ് കിട്ടിയാലും മുത്താഴ ചെയ്യാനുള്ള കഴിവോട് കൂടി വേണം ഇറങ്ങാൻ. അതിന് നഹ്വും സർഫും തറവാക്കണം. എന്തിനാ റസൂലുള്ളാഹി അത് കൂടുതൽ പറയുന്നത്? എന്താണ് പറ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൻ നബിയുക്കാന്ന് ചോദിക്കുമ്പോൾ എന്റെ നബി റസൂലാണെന്ന് പറയണമെങ്കിൽ നബിയെ പറ്റി കൂടുതൽ ദുനിയാവിൽ പറയണം, സ്വലാത്ത് കൂടുതൽ ചെല്ലണം. നബി തങ്ങൾ പറഞ്ഞല്ലോ, ഇന്ന ഔലിയാ ബിൽ മുഅ്മിനീൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്റെ അടുക്കൽ കൂടുതൽ അടുത്ത് നിൽക്കുന്നവൻ ആരാണ്? അക്സറുഹും അലൈഹി സ്വലാത്ത്, കൂടുതൽ എനിക്ക് വേണ്ടി സ്വലാത്ത് ചെയ്യുന്നവനാണ്. മനസ്സിലായില്ല? മനസ്സിലാവണം. അപ്പൊ നല്ല ആലിമാവണമെങ്കിൽ എന്ത് ചെയ്യണം? കൂടുതൽ കിതാബ്. മീസാൻ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മീസാൻ ഹല്ലിച്ച് പഠിക്കണം. അറിയണം, കുട്ടിയെടുത്ത് പോയി നിന്ന് പഠിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്നവരെ കൂടുതൽ സ്വലാത്ത് ചെയ്യണം, കൂടുതൽ ബൈത്ത് ചെയ്യണം. മക്കളെ മനസ്സിലാവണം. എനിക്ക് മനസ്സിലാവണം. ഞാൻ പറയണത് നിങ്ങൾ ഉറക്കമെന്ന് അർത്ഥം പോകും. മനസ്സിലാവണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ജാമിഅ ഹസനിലെ കുട്ടികൾക്ക് 1ാം സ്ഥാനം കിട്ടുന്നത് ഇന്നലെ ഹാപ്പി. കാരണം ഞാൻ പഠിച്ച സ്ഥാപനം ദാറുൽ ഒരു കൊല്ലം പഠിച്ചുള്ളൂ. പക്ഷേ എനിക്ക് നിങ്ങൾക്ക് 1ാം സ്ഥാനം കിട്ടുന്നത് ഞാൻ ചുമ്മാ പറയുന്നില്ല. കാരണം നമ്മുടെ ഉസ്താദന്മാരുടെ ഉസ്താദ് പഠിച്ചൊരു പാരമ്പര്യ ദർസ് കോളേജാണ്. ഇതിന് തുല്യമായിട്ട് എറണാകുളം ജില്ലയിൽ ഇതിന് സമാനമായ ഒരു കോളേജാണ്. ശൈഖുനാ വടുതല മൂസ ഉസ്താദ്, വലിയ മഹാനായ സൂഫിയായ വലിയ CM വലിയുള്ളാഹി തങ്ങളുടെ ഉറ്റ തോഴൻ, അവരൊക്കെ ഇരുന്ന് പഠിപ്പിച്ച പദം വന്ന കോളേജാണിത്. ഒരുപാട് കഥകളെയും ഭംഗി മതിൽക്കെട്ടുകൾക്ക് പറയാനാണ്. നല്ലൊരു സ്നേഹം വേണം നമ്മുടെ കോളേജിനോട്. നമ്മളെ വീടിനോട് നല്ല സ്നേഹമുണ്ട്. വീട്ടിലെ നമ്മളെ വീട്ടിൽ വേറൊരു വീട്ടിൽ വെച്ചിട്ട് ഉറക്കം വരില്ല. അതിന് പല പ്രശ്നമുണ്ട്. അതിനേക്കാൾ ഇഷ്ടപ്പെടണം നമ്മുടെ ഈ സ്ഥാപനത്തെ. സ്നേഹിക്കണം, ദുആ ചെയ്യണം. റസൂലുള്ളാഹിന്റെ മതം കൂടുതൽ പറയുമ്പോൾ റസൂലുള്ളാഹി ഇഷ്ടപ്പെടും. റസൂലുള്ളാഹിന്റെ പേര് കൂടുതൽ പറയുമ്പോൾ റസൂലുള്ളാഹിന്റെ കൂടെ ചേർന്ന് നിൽക്കാൻ പറ്റും. നാളെ അവരിൽ റസൂലുള്ളാഹി ആരാധനയ്ക്ക് മറുപടി പറയാൻ പറ്റും. എന്നതുപോലെ കിതാബ് കൂടുതൽ പഠിച്ച് ഏത് കിതാബ് കിട്ടിയാലും വായിക്കാൻ പറ്റുന്ന ഒരു പണ്ഡിതനായി ഞാൻ നിങ്ങളെ മാറിയിട്ട് അങ്ങോട്ട് പള്ളി കയറിയാണ്ടല്ല, ഇരു കൈ നീട്ടി സ്വീകരിക്കാൻ ഇഷ്ടംപോലെ കമ്മിറ്റിക്കാരാണ്, ഇഷ്ടംപോലെ ആൾക്കാരാണ്. ഇല്ലെങ്കിൽ ഏതെങ്കിലും പള്ളി വാങ്ങി പിടിക്കാനോ ഉണ്ടാക്കാവാനോ ചോറ് വാങ്ങാനോ വേണ്ടി വരും. മനസ്സിലാവണം മക്കളെ. അതുകൊണ്ട് ഉള്ള സമയം എന്ത് ചെയ്തത്? ഞാൻ വെറുതെ പറയല്ല. നമുക്ക് കിതാബ് തിരിഞ്ഞില്ലെങ്കിൽ പള്ളി കയറി ജോലി മടുപ്പാണ്. പണ്ടാരം നിർത്തിയിട്ട് വേറെ പഠിക്കണം. എത്ര പേർ തന്നെ അങ്ങനെ പോയിക്കുന്നത്. ഇതൊരു ഹബ്ബാണ്, നിങ്ങൾക്ക് കിട്ടിയ ഭാഗ്യമാണ്. ശരിക്കും വായിക്കണം. നബി തങ്ങൾ ആദ്യം ഖുർആനിൽ പറഞ്ഞ വാക്കെന്താ? കിതാബ് മാത്രമല്ല, കിതാബിന്റെ പുറമെ വായിക്കണം. തഖ്വീമുൽ ലിസാനും പിന്നെ തഫ്സീറൊക്കെ തഫ്സീർ എത്തുമ്പോൾ തഫ്സീർ ജലാലൈനി ഓതുമ്പോൾ അതിനോടൊപ്പം തഫ്സീർ റാസിയും ഖുർത്തുബിയും മറ്റു ഗ്രന്ഥങ്ങൾ അന്വേഷിക്കണം. ഇത് പഠിക്കാൻ നേരമില്ല. ഫത്വൽ മുഈൻ ഓതുമ്പോൾ അതിന്റെ ശറഹ് വായിക്കണം. പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഇതെന്റെ ഹബീബാ എന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? റസൂലുള്ളാഹി തങ്ങളെ പറ്റി പഠിക്കണം മക്കളെ. ഖുർആൻ മഹാകാവ്യം പഠിക്കണം, മങ്കൂസ് മൗലിദ് പഠിക്കണം, ഹബീബായ തങ്ങളുടെ സീറകൾ പഠിക്കണം. ആരാ റസൂലുള്ളാഹ്, ആരാ ഹബീബ്
ഹബീബുല്ലാഹ് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ സ്കൂളുകളിലെ കൊച്ചു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്? 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും 3-ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്ക് കവിതകൾ പഠിപ്പിക്കും അവരുടെ സ്കൂളുകളില്. തിങ്കളും താരങ്ങളും തൂവെള്ളി കതിർ ചിന്നും തുങ്കമാമാനിൻ ചോട്ടിലാണെന്റെ വിദ്യാലയം. ആരെല്ലാം ഗുരുനാഥർ, ആരെല്ലാം ഗുരുനാഥർ, ആരിതിയിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടോ. 2-നും 3-നും 4-നും പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന കവിതകളിൽ മുഴുവനും അച്ഛൻ, അമ്മ, ഗുരുനാഥൻ, ഈ പ്രപഞ്ചത്തിന്റെ നക്ഷത്രങ്ങൾ, ആകാശം, പ്രകൃതി, അവൻ പഠിപ്പിക്കുന്ന സ്കൂൾ എല്ലാത്തിനെയും പറ്റിയിട്ടൊരു കവിത കണ്ടുപിടിക്കുമ്പോ അവന്റെ ഉള്ളിൽ അത് കയറുന്നു. മദ്രസയിൽ നമ്മൾ പഠിക്കുമല്ലോ, അധിക മനോഹര നൂറുല്ലാഹ് അഹ്മദ് നബിയിൽ സല്ലല്ലാഹ് അഗദിദയാലു ഹബീബുല്ലാഹ് ആമന്നാ ബിറസൂലില്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു നബികൾ സീറേ ബർക്കത്ത് നിറഞ്ഞ ഷഫീഊരേ ആമന്നാ ബിറസൂലില്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇങ്ങനെയുള്ള ബൈബിളുകൾ നമ്മുടെ മദ്രസയിലെ, നമ്മുടെ വീടുകളിൽ ഉമ്മമാരെ ഇങ്ങനെ പാടി 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 റസൂൽ നമുക്ക് ഇഷ്ടമുണ്ടാവും. അപ്പൊ നിങ്ങൾ വീട്ടിൽ പോകുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അറിയാം. സോപ്പണായിട്ട് പറയട്ടെ പറയട്ടേടാ, നല്ല പുതിയ പഴങ്ങൾ ഇറങ്ങി തിയേറ്ററിൽ പോകരുത്. പുതിയ പടം ഇറങ്ങി എവിടെ പോരുത്, എവിടെ പോരുത്? മൊബൈൽ നിങ്ങളുടെ കയ്യിൽ കിട്ടും. മൊബൈൽ നിങ്ങളുടെ കയ്യിൽ കിട്ടും. യൂട്യൂബ് ഓണാക്കും, ഇഷ്ടംപോലെ സിനിമ കാണുന്നുണ്ട്. എന്ത് കൊടുമുള്ള അവസ്ഥ നിങ്ങൾ ഈ പറയണം അല്ലേ? ഇനി അഥവാ കണ്ടാൽ സംഭവിക്കുന്നത്, നിങ്ങൾക്ക് തിരിച്ച് കോളേജിൽ വരുമ്പോൾ ഒരു അരോചകത്വം അനുഭവപ്പെടും, ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും, ഒരു ഭാരം അനുഭവപ്പെടും, ഒരു ഇടങ്ങേർ അനുഭവപ്പെടും, ഒരു ലദ്ദത്ത് നഷ്ടപ്പെടും, ഒരു സുഖം നഷ്ടപ്പെടും. അല്ലാഹു നിങ്ങളുടെ ഖൽബിൽ ഈ ഇൽമിനെ ഭാരമാക്കി വെച്ച് തരും. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഒറ്റ വഖ്ത് നിസ്കാരം പാഴാക്കി കളഞ്ഞാൽ, മനഃപൂർവ്വം പാഴാക്കി കളഞ്ഞാൽ, അല്ലാഹു നിങ്ങൾ ഇതുവരെ പഠിച്ചു വെച്ചിരിക്കുന്ന പ്രതിഫലം ഉണ്ടല്ലോ അല്ലേ? നിങ്ങൾ മുത്തായി കാണുന്ന മലക്കിന്റെ ചിറകിന്റെ അടിയിൽ പറയുമല്ലോ, അതിന്റെ സ്ഥാനം അല്ലാഹു നഷ്ടപ്പെടുത്തപ്പെടും. എന്തിനു വെറുതെ കളയുന്നത്? അതുകൊണ്ട് എന്ത് ചെയ്യരുത്? വീട്ടിൽ പോകുമ്പോ മറ്റു വഴികളിൽ നമ്മൾ പോകരുത്. പോയാൽ തീർന്നു മക്കളെ. അല്ലാഹു നമ്മളെ ഇല്ലാതാക്കാൻ പടച്ചവൻ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ചായം പഴംപൊരിയൊക്കെ ഉറക്കമൊക്കെ പോയി പഴംപൊരി കൊണ്ടൊക്കെ കണ്ട അള്ളാഹു നല്ല നല്ല ഭക്ഷണങ്ങൾ തരുന്ന ആരൊക്കെയാണോ അതിന്റെ പിന്നിൽ സഹായിക്കുന്ന അവർക്കൊക്കെയും അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ ഖൽബിന്റെ ഉള്ളിലാകണം ആര്? പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. നമുക്ക് ഇഷ്ടമാണെന്ന് പറയും, പക്ഷെ എന്ത് ചെയ്യില്ല. നമുക്ക് യഥാർത്ഥ റസൂലിനെ ഇഷ്ടമാണോ? ഞാനെന്നൊക്കെ പറയും. റസൂലിനെ ശരിക്കും ഇഷ്ടമാണ്. എത്രത്തോളം ഇഷ്ടമാണ്? എത്രയും എല്ലാരും പറയും റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെട്ട ഒരു സ്വഹാബിയുടെ കഥ അറിയോ? ഒരു മുടന്തനായ സ്വഹാബി ഉണ്ടായിരുന്നു. റസൂലുള്ളാഹിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സ്വഹാബിക്ക്. ആ മുടന്തനായ സ്വഹാബി നടക്കാകയില്ല, ഇഴഞ്ഞിഴഞ്ഞേ പോവുള്ളൂ. ആൾക്കാരെ പൊക്കിക്കൊണ്ടു പോകണം.
ആ മുടന്തനായ സ്വഹാബി എഴഞ്ഞെഴഞ്ഞു വന്ന് റസൂലുള്ള പോകുന്ന വഴിയരികിലിരുന്നു. വഴിയരികിലിരുന്നപ്പോ ഹബീബായ തങ്ങൾ അതുവഴി പോകുമ്പോ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. നമ്മൾ വെറുതെ പറയും റസൂലുള്ളാഹിനെ ഇഷ്ടമാണെന്ന്, നബിദിനം പൊലിപ്പിക്കുന്നു, പാട്ട് പാടുന്നു, പരിപാടികൾ സംഘടിപ്പിക്കുന്നു, വാളുകൾ വെക്കുന്നു. പക്ഷേ ഹബീബായ തങ്ങളെ ഇഷ്ടമാണെന്ന് വെറുതെ നുണ പറയാ. ഹബീബായ തങ്ങളെ ഇഷ്ടപ്പെട്ട സ്വഹാബിയുടെ കഥ നിങ്ങൾക്ക് കേൾക്കണോ? മുടന്തനായ സ്വഹാബിയാണ്. വഴിയരികെ വന്നിരുന്നിട്ട് പറയും അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അങ്ങ് പോകുന്ന വഴിയിൽ ഈ മുടന്തനായ ഞാനിരുന്നുകൊണ്ട് സലാം പറഞ്ഞാൽ വെറുപ്പുണ്ടാകുമോ നബിയേ? ഇല്ല മോനെ, നീ അങ്ങനെ സലാം പറയണ്ട. നീ മുടന്തനല്ലേ, കാല് വയ്യാത്തവനല്ലേ, വീട്ടിൽ പോയിക്കൊള്ളൂ. ഇല്ല നബിയേ, ഒരിക്കലും ഞാൻ വീട്ടിൽ പോകില്ല നബിയേ. അവസാനം കുടുംബാംഗങ്ങളെല്ലാം വന്ന് വിളിച്ചു. കേൾക്കണം എന്റെ മുത്തഅല്ലിം സുഹൃത്തുക്കളെ, നമ്മൾ പഠിക്കണം. നിങ്ങൾ സമൂഹത്തോട് ഇത്തരം ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കുകയും വേണം മക്കളെ. അല്ലാഹുവിന്റെ റസൂൽ വീട്ടിൽ പോകാൻ പറഞ്ഞിട്ട് പോയില്ല. അവസാനം കുടുംബക്കാര് വന്നിട്ട് ആ വഴിയരികിൽ തമ്പടിച്ചു കൊടുക്കുന്നു. റസൂലുള്ളാഹിനെ കാണാനാ കിടക്കുന്നത്. മുടന്തനായ സ്വഹാബിയാണ്. അല്ലാഹുവിന്റെ റസൂൽ അതുവഴി വരുമ്പോൾ ഈ മനുഷ്യന്റെ സലാം കേൾക്കും. എപ്പോഴും സലാം കേൾക്കും. സുബ്ഹാനല്ലാഹ്, ഖദ് നുഹിയ ദാലിക. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു സ്വഹാബി വന്ന് പറഞ്ഞു, മുടന്തനായ മനുഷ്യൻ മരണപ്പെട്ടു പോയി നബിയേ. ഹബീബായ തങ്ങൾക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. ആ സലാം കേൾക്കാതെ മദീനയുടെ പള്ളിയിലേക്ക് റസൂലുള്ള വന്നിട്ടില്ല. ആ സലാം കേൾക്കാതെ ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല. അവസാനം ആ മനുഷ്യന്റെ തമ്പിന്റെ അടുത്തെത്തിയിട്ട് സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബാ, നിങ്ങൾ ഈ തമ്പിന്റെ അകത്ത് കയറരുത്, ഞാൻ അങ്ങോട്ട് കയറിക്കൊള്ളട്ടെ, നിങ്ങൾ പുറത്തിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് തമ്പിന്റെ അകത്ത് കയറിയപ്പോൾ ജിബ്രീൽ ആ മയ്യത്തിന്റെ തലക്കിൻ ഭാഗത്ത് നിൽക്കുകയാണ്. ജിബ്രീൽ അല്ലാഹുവിന്റെ റസൂൽ വന്നപ്പോൾ സലാം പറഞ്ഞിട്ട് പറഞ്ഞു, നബിയേ, അങ്ങ് വന്നില്ലായിരുന്നെങ്കിൽ ഈ മയ്യത്ത് കുളിപ്പിക്കാൻ ജിബ്രീൽ ഉണ്ടാകും, മീകായിൽ ഉണ്ടാകും, ഇസ്രാഫീൽ ഉണ്ടാകും. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വരാൻ ഒരുങ്ങിയിരിക്കുകയാണ്. അങ്ങ് വന്നതുകൊണ്ട് നബിയേ, ഇനി ഞങ്ങൾ കുളിപ്പിക്കുന്നില്ല, അങ്ങ് കുളിപ്പിച്ചാ മതി തങ്ങളെ. ഒരൽപ്പം സ്നേഹം അങ്ങോട്ട് കൊടുത്തപ്പോ 10,000 പതിന്മടങ്ങ് സ്നേഹം നമുക്ക് തിരിച്ചു തരാൻ ഉമ്മാക്ക് കഴിയില്ല, വാപ്പാക്ക് കഴിയില്ല, ഉസ്താദുമാർക്ക് കഴിയില്ല, കൂട്ടുകാർക്ക് കഴിയില്ല, കൂടപ്പിറപ്പുകൾക്ക് കഴിയില്ല, നാട്ടുകാർക്ക് കഴിയില്ല, ഭാര്യയ്ക്ക് കഴിയില്ല, ഒരാൾക്കും കഴിയില്ല. അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് കിട്ടുന്ന ഒരേ ഒരാളെ പ്രപഞ്ചത്തിലുള്ളൂ. അത് മനുഷ്യ കുലപതിയുടെ നേതാവാണ്. അത് അഷ്റഫുൽ ഖൽഖാണ്. അത് ഈ ലോകത്തിന്റെ സൃഷ്ടിപ്പിന്റെ കാരണഭൂതനായ സയ്യിദുൽ വറാ മുഹമ്മദ് മുസ്തഫ. എനിക്ക് നിങ്ങൾക്ക് നല്ല സുന്നികളായ ആലിമകളാകണമെങ്കിൽ, നല്ല തഖ്വയുള്ള ആലിമകളാകണമെങ്കിൽ, കിതാബ് നല്ലവണ്ണം കണ്ട് തിരിയണമെങ്കിൽ, സമൂഹത്തിന്റെ മുമ്പിൽ വിലയുള്ള പ്രൗഢിയുള്ള നല്ല പണ്ഡിതന്മാരാകണമെങ്കിൽ നാവിന്റെ മുമ്പിൽ എപ്പോഴും വേണം പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ. ഒരൊറ്റ പ്രവാചകന്മാരും അബ്ദുൽ നാസർ മഅദനി, അബ്ദുൽ സമദ് സമദാനി, ഇക്കാണുന്ന ഇക്കാലഘട്ടത്തിലുള്ള പുതിയ പണ്ഡിതന്മാർ പ്രവാചകന്മാരൊക്കെ സ്റ്റേജിന്റെ മുന്നിൽ വില അവർ കിട്ടാൻ കാരണം റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞതാണ്. വല്ലാഹി സത്യം, ഈ ഞാൻ ആദ്യം എന്റെ പ്രഭാഷണത്തിന്റെ ഫസ്റ്റ് വിഷയം പ്രവാചക പ്രണയമായിരുന്നു. എന്റെ ഉസ്താദ് പറയാൻ പറഞ്ഞ വേറെ പിന്നെ വേദികളായിരുന്നു. റസൂലുള്ളാഹിനെ പറ്റി സ്വലാത്ത് നിങ്ങൾ പഠിക്കാൻ ഉസ്താദിന്റെ അടുത്ത് പോകുന്നതിന് മുമ്പ് ഒരു 10 ഒരു 3 സ്വലാത്ത് പോയി നോക്കി. കണ്ടിന്യൂസ് ആണ്, ഒരു ദിവസത്തേക്ക് പോകരുത്. അടിയിട്ടില്ല അന്ന് നമ്മളെ ചില ചുളിവുകളിൽ രക്ഷപ്പെടാൻ വേണ്ടി മാത്രം അങ്ങനെ ചെയ്യാൻ രക്ഷപ്പെടും. പക്ഷെ പതിവാക്കുന്ന മക്കളെ മുത്തഅല്ലിമീങ്ങൾക്ക് പ്രത്യേക പരിഗണന റസൂലുള്ളാഹി തരുന്നു.
റസൂലുള്ളാഹിക്ക് ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മക്കൾ നമ്മളാണ്. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. ഹബ്ബ് വേണം. അല്ലെങ്കിൽ നമ്മൾ വഹാബികളോ വർത്തമാന കാലഘട്ടത്തിൽ വിധുകത്തിന്റെ അഹലുകാർ നമ്മൾ എൻ്റെ പള്ളിയിൽ തന്നെ ആളുകൾ പല വിഭാഗമാണ്. ഞാൻ ഒരു ദിവസം പള്ളിയിൽ രാവിലെ സമ്മേളന ക്ലാസ് എടുത്തപ്പോൾ പിന്നെ നിബിധത്തിന്റെ തെളിവിന്റെ ആയത്തിങ്ങനെ ഓതിയിട്ട് ഇങ്ങനെ പറഞ്ഞു ഏതായത്താണ് വല്ലദീന ആമനൂ ഒരായത്തോതിയിട്ട് ഇങ്ങനെ സംസാരിച്ചു. അപ്പൊ ഒരു മുജാഹിദായ ഒരു വ്യക്തി പറഞ്ഞു പറഞ്ഞ അത്ര ശരിയായില്ല. എന്താണ് പിന്നെ നിങ്ങൾ നിബിധത്തെ ഖുർആന്റെ ആയത്തോതിട്ട് ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ടല്ലോ. പറഞ്ഞൂടാ. അപ്പൊ അങ്ങനെ ഒരാൾ വന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഖുർആൻ ഓതിയിട്ട് ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇങ്ങനെ ഉണ്ടെന്ന് പറയാനായിട്ട് കഴിയുന്നൊരു പണ്ഡിതനാണെന്ന് നമ്മൾ ഇടയിൽ കുഴഞ്ഞു പോകും. ഒരു കാര്യം കൊണ്ട് മനസ്സിലായിക്കൊള്ളണം, നമ്മുടെ നിരീശ്വരവാദികൾ ഏറെയാണ്. അള്ളാഹ് ഇല്ലാന്ന് പറയുന്നത് ശരിയാക്കന്മാരുണ്ട്. ചിന്തിക്കണം. അപ്പൊ നമ്മൾ അള്ളാഹിനെ പറ്റിയിട്ട് കൂടുതൽ പഠിക്കണമെങ്കിൽ, അഖീദ മനസ്സിലാകണമെങ്കിൽ നമ്മൾ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയിട്ട് കൂടുതൽ പുകഴ്ത്തണം, പാടണം. അതിന്റെ ഫലം എന്തെന്നറിയോ? മഹാന്മാരായ സൂഫി വര്യന്മാര് പറയുന്നു, നമ്മുടെ ബുദ്ധി തെളിയും, നമ്മുടെ ഓർമ്മശക്തി നമുക്ക് കിട്ടും, അള്ളാഹു നമ്മളെ സഹായിക്കും. വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു നമ്മളോട് പറയുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. മൻ ഹയ്യ ലി അജ്ലി ഖിറാത്തി മൗലിദിർ റസൂലി തആമാ. നിങ്ങളെ വീട്ടിൽ നിങ്ങൾ പോയിട്ട് മക്കളെ റബീഉൽ അവ്വലാണ്, ഉമ്മാനെ വിളിക്കണം, വാപ്പാനെ വിളിക്കണം, പെങ്ങളെ വിളിക്കണം, കുടുംബക്കാരെ വിളിക്കണം, നിങ്ങൾ ഖതീബാവണം. അവരെ ചുറ്റും നിർത്തിയിട്ട് നിങ്ങൾ മൗലിദ് ഓതണം, ദുആ ചെയ്യണം. റസൂലുള്ളാഹി ഭയങ്കര ഇഷ്ടമായി. ചെയ്യൂലേ? ഇൻഷാ അല്ലാഹ് നിങ്ങളെ ഇൻഷാ അല്ലാഹ് ശരിക്കും ഇൻഷാ അല്ലാഹ് പറഞ്ഞില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ചെയ്യൂലേ? ഇൻഷാ അല്ലാഹ്. ഇതാണ് സ്നേഹം. ഇൻഷാ അല്ലാഹ്. എൻ്റെ ഉസ്താദെ വീട്ടിൽ പോകുന്ന പല സ്ഥലത്തും പോകാനുണ്ട്. നിങ്ങൾ പോകണ്ടെന്നല്ല, പോകണം, യാത്ര ചെയ്യണം, അടിച്ചു പൊളിക്കണം. പക്ഷേ ഹറാമിന്റെ വഴികൾ നമ്മൾ കടന്നു പോകരുത്. നമുക്ക് ഒരുപാട് നമ്മുടെ പ്രശ്നം അറിയാമോ? നമ്മുടെ ഈ ബൗണ്ടറിയുടെ ഉള്ളിലായതുകൊണ്ട് നമുക്ക് ഫ്രീഡം കിട്ടുമ്പോണ്ടാവുന്ന ഒരു പ്രശ്നം വേറെ. എന്നോട് ഒരു ചെറുത് ബിലാലിന്റെ പേര് പഠിച്ചിരുന്ന സമയത്തുള്ള പയ്യനാണ്. ഇവനിക്കൊരു പ്രത്യേകത ഇവിടെ ഉണ്ടാവും. ബിലാലിന്റെ ഈ ബിലാൽ തന്നെ ഇവിടുത്തെ ബിലാൽ കറുത്ത ബിലാലാണ്. കറുത്ത ബിലാലാണ്. വർക്കുള്ളവനാണ്. ഇവനുണ്ടല്ലോ, ഇവൻ ഉസ്താദിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരൊറ്റ പ്രാവശ്യം ഉസ്താദ് ജോലി കൊടുത്താൽ പിന്നെ ഈ ഹമീദിനെ പഠിക്കണ്ട. അത്ര ബുദ്ധിയാണ്. പക്ഷെ ഇവ പുറത്തിറങ്ങിയാണ് ഹറാം പറപ്പിന്റെ അങ്ങേറ്റം. ഇപ്പൊ എന്താ പറയുന്നറിയാമോ? ഇപ്പൊ എന്താണ് ഞാൻ പറയാൻ നമ്മുടെ കേവന്മാരെ ബുദ്ധിമാന്മാരൊക്കെ ഉണ്ടാവില്ല. പുറത്ത് എന്ത് കാണിച്ചാലും ഉസ്താദ് അറിയില്ല. അങ്ങനെ കിട്ടി. ഇവനിപ്പോൾ വർക്കലയിൽ ഏറ്റവും വലിയ ലോറി ഡ്രൈവറാണ്. ഏറ്റവും ചിരിക്കാൻ വേണ്ടി പറഞ്ഞല്ല, ചിരിക്കാൻ വേണ്ടി അത്ര ബുദ്ധിയുള്ള ആളാവുന്ന അവിടെ തലയിൽ നോക്കിയിട്ട് മനസ്സിലായില്ലേ? അവന്റെ വാപ്പ ഒരു നീക്കച്ചവടക്കാരാണ്. പുള്ളി കഷ്ടപ്പെട്ട് പണിയെടുത്ത് അവൻ ആര്യമാവണമെന്ന് വാശിയെടുക്കുന്നു. നിങ്ങളെയൊക്കെ വാപ്പമാരന്മാരുടെ ആഗ്രഹമുണ്ട്. നിങ്ങൾ നാട്ടിൽ ചെല്ലുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഇപ്പൊ ഡിപ്ലോമ പാസ്സായിട്ട് പിന്നെ അത് വാങ്ങി എന്ത് സന്തോഷം, ഹാപ്പിയാണ്. ഞാൻ BA പാസ്സായി, B.Ed പാസ്സായി, MA ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ വാപ്പ അവിടെ പഠിത്തം അവസാനിപ്പിച്ചു. സാഹചര്യം, കുടുംബത്തിന്റെ സാഹചര്യം പക്ഷെ പഠിത്തം നിർത്തരുത്. പഠിക്കുന്ന സമയത്തേ പഠിക്കാൻ പറ്റും. നിങ്ങളെപ്പോലെ ഭൗതികമായിട്ടും ആത്മീയമായിട്ടും എവിടം വരെ പഠിക്കാൻ പറ്റുമോ അവിടെ വരെ പോകണം. പെണ്ണ് കിട്ടി കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റും. പ്രശ്നമാണ്. മക്കളുണ്ടായി കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹം, പക്ഷെ ഞാൻ ഏറ്റുകൊണ്ട് പോകുന്നില്ല. അതുകൊണ്ട് മനസ്സറിഞ്ഞ് അള്ളാഹുവിനെ, അവന്റെ റസൂലിനെ, മാതാപിതാക്കളെ, ഉസ്താദുമാരെ, സ്ഥാപനത്തെ അതോടുകൂടി നല്ല മക്കളായി, ഈമാനുള്ളവരായി, തഖ്വയുള്ളവരായി, ദിക്റും സ്വലാത്തുകളും ചെല്ലുന്നവരായി. ദിക്റും സ്വലാത്തും ചെല്ലുന്നതിനേക്കാൾ നിങ്ങൾക്ക് പഠിക്കൽ തന്നെയാണ്. പക്ഷേ നിങ്ങൾ ഏതെങ്കിലും ദിക്റും സ്വലാത്തും ഉസ്താദുമാരെ വിളിച്ച് പതിവാക്കി ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യുന്ന ദുആ ഇജാബത്തുണ്ട്. അൻസാറക്കാരന്റെ കൂടെ വന്നത് നിങ്ങളാണ്. വേറെ വല്ല വാദങ്ങളാണെങ്കിൽ വെച്ചാൽ വരെയില്ല, പ്രശ്നങ്ങളെ പോലെ. പക്ഷെ നിങ്ങൾ മുത്തലിമീങ്ങളെ കൊണ്ടിരിക്കാനും ഇങ്ങനെ പറയാനും ഒരു ഭാഗ്യമാണ്. നമ്മുടെ ഭാഗ്യം നമുക്കത് അറിയില്ല.
നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമുക്ക് അതിന്റെ ഭവിഷ്യത്ത് അറിയുള്ളൂ. മുഅല്ലിമിനെ കാട്ടി പോറാണ് മുതഅല്ലിമിന് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. നിങ്ങൾ ദുആക്ക് ഇജാബത്ത്, ഫലസ്തീന് വേണ്ടി ദുആ ചെയ്യണം. അവിടുത്തെ മക്കള്, ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. പീഡനം അനുഭവിക്കുന്നവർക്ക്, നമ്മുടെ ഉസ്താദുമാർക്ക്, മാതാപിതാക്കൾക്ക് ഒരുപാട് നമ്മളെ ഭക്ഷണം തരുന്നില്ലേ, ഇപ്പൊ ഫുഡ് തരുന്നില്ലേ, അടിപൊളി ഫുഡ് കഴിക്കുന്നില്ലേ, ഇതിന്റെ പേര് കഷ്ടപ്പെടുന്ന ഒരുപാട് അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. ആ ഹക്ക് നമ്മൾ പാലിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അനീറ്റൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇത് പറഞ്ഞ ഞാൻ പറഞ്ഞ വിയോജിപ്പുണ്ടോ? പറഞ്ഞ വിയോജിപ്പുണ്ടാക്കള പറയും. ശരിയല്ലേ? ഇങ്ങനെ ചെയ്യൂലേ? ഒന്ന് ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെ സംഗമത്തെ കബൂൽ ചെയ്യുമാറാവട്ടെ. പറഞ്ഞതും കേട്ടതും അനുസരിച്ച് പഠിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. നാഫിയായ ഇൽമാക്കി തരട്ടെ. നല്ല ബുദ്ധിയും ഓർമ്മശക്തിയും അല്ലാഹു തരട്ടെ. ഈ കൂട്ടത്തിൽ നിന്ന് മഹാപണ്ഡിതന്മാരെ അല്ലാഹു വാർത്തെടുക്കട്ടെ. വിട പറഞ്ഞു പോയ വടുതല ശൈഖുനാ ഉസ്താദ് അവർകൾ, സയ്യിദ് മുഹമ്മദ് ഉസ്താദ് അവർകൾ, അതുപോലെ ജാമിയ ഹസനിയയുടെ ഇവിടെ മുദരിസായിരുന്ന ഒരുപാട് നല്ലവരായ ആലിമീങ്ങൾ അവർ വിട പറഞ്ഞു പോയി. അവരുടെയൊക്കെ മണ്ണറകളെ അല്ലാഹു മണിയറയാക്കി കൊടുക്കട്ടെ. അവരുടെ പൊരുത്തം അല്ലാഹു നമുക്ക് നൽകട്ടെ. നമ്മളെ ഉമ്മാക്കും വാപ്പാക്കും അല്ലാഹു ദീർഘായുസ്സ് തരട്ടെ. നമ്മളുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവർ, എന്റെ വാക്ക് മരണപ്പെട്ടു, ഇരിക്കുന്ന പലരുടെ ഉമ്മമാര് മരണപ്പെട്ട് കുടുംബത്തിലുള്ളവർ മരണപ്പെട്ടു പോയവരുണ്ടാകാം. അല്ലാഹു അവരുടെ ഖബറിടങ്ങളിൽ നമ്മൾ പഠിക്കുന്നതിന്റെ മിസ്ലി സവാബ് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവസാനം സ്വർഗ്ഗത്തിൽ ആലിമീങ്ങളായി, ഹാഫിളീങ്ങളായി, അല്ലാഹുവിന്റെ വലിയ ഖാലികളായി, നല്ല വാഇദീങ്ങളായി, മുദരിസീങ്ങളായി, മുത്തുനിബിതങ്ങളുടെ ചാരെ അന്തസ്സോടെ അഭിമാനത്തോടെ എഴുന്നേറ്റ് നിൽക്കാൻ നിങ്ങൾക്ക് നീ വിധി കൂട്ടണേ റബ്ബേ. ഞങ്ങളുടെ കൊച്ചുസ്താദ് അമീൻ ഉസ്താദ്, പൊറയാർ ഉസ്താദ്, ബഹുമാനപ്പെട്ട ബദരി ഉസ്താദ്, ബഹുമാനപ്പെട്ട നമ്മുടെ ചെരക്കുളം ഉസ്താദ്, അതുപോലെ അടങ്ങുന്ന മുഴുവൻ പണ്ഡിതന്മാർ, നമുക്ക് നേതൃത്വം തരുന്ന മഹാരഥന്മാർ, അല്ലാഹു ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ നൽകുമാറാവട്ടെ. നാളെ ആലിമീങ്ങളായ പല സ്ഥലങ്ങളിൽ കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇവിടെ വന്ന് നമ്മൾ അൻസാറുക, അതുപോലെ തൽഹ എന്ന് പറയുന്ന ഹാഫിളായ എന്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമാണ്, അവർക്കൊക്കെയും അല്ലാഹു എല്ലാ ഖൈറും കൊടുക്കുമാറാവട്ടെ. പിന്നെ നജീബ് ഉസ്താദ്, അതുപോലെ വിട പറഞ്ഞു പോയ മൈലാപ്പൂർ ശൗക്കത്ത് അലി ഉസ്താദ്, അതുപോലെ മഹാരഥന്മാരായ നമ്മളെ ഇങ്ങനെ ആകാൻ വേണ്ടി കഷ്ടപ്പെട്ട അധ്വാനിച്ച മഹാപണ്ഡിതന്മാർ എല്ലാവർക്കും അല്ലാഹു ഇസ്സത്തും ആഫിയത്തും, അവർ മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു ഈ സംഗമം പരിപൂർണമായി കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന ദുആയോടെ നിങ്ങൾ ഏത് ദുആയിലും നിങ്ങളുടെ മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും ഒക്കെ ദുആ ചെയ്യുമ്പോൾ ഈ സാധുവായ എന്നെയും കൂടി ഉൾപ്പെടുത്തണം എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.